വേനൽക്കാലം ആകുന്ന സമയത്ത് പുറത്ത് കത്തിക്കുന്ന അടുപ്പാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ മഴയിൽ പിന്നെ കുറേ ആയിട്ട് അങ്ങനെ കത്തിക്കാറില്ല. ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ട് ഒന്നും കൂടി മണ്ണൊക്കെ തേച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ തീയൊക്കെ കത്തിക്കാനായിട്ട് നിൽക്കുകയാണ്. അതിന് മുന്നേ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം വെക്കുന്ന അവിടെ ഇനിയിപ്പോൾ വെള്ളം അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. വേറൊരു പാത്രം വാങ്ങിയത് കാണാം, ഒരു വൈലർ വാങ്ങിയിട്ട്. അപ്പോൾ അതിലാണ് ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചൊക്കെ കുടിക്കാനുള്ളത്. ചെറിയ കലായതുകൊണ്ട് ഒരു ദിവസത്തിൽ 2-3 പ്രാവശ്യമൊക്കെ മുക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. ടാങ്ക് നമ്മൾ നേരിട്ട് കുടിക്കാനായിട്ട് എടുക്കാറില്ല. ടാങ്ക് കുറച്ച് പൊക്കത്താണ്. അപ്പോൾ പിന്നെ അത് എപ്പോഴും തേച്ച് കഴുകാറില്ലല്ലോ. അപ്പോൾ പിന്നെ കുടിക്കാനുള്ള ഒരു വെള്ളം അതിന് എടുക്കാൻ തോന്നാറില്ല. അപ്പോൾ കിണറ്റിൽ നിന്ന് ഇന്ന് രാവിലെ തന്നെ മുക്കിയെടുക്കുന്നതാണ്. അതാണല്ലോ ഏറ്റവും നല്ലത്. എപ്പോഴൊന്ന് മുക്കിയെടുക്കുന്നത് നല്ലതാണ്. കുടിക്കാനുള്ള വെള്ളമൊക്കെ നമുക്ക് അതിൽ നിന്ന് മുക്കിയെടുക്കുമ്പോൾ ഏറ്റവും നല്ലതാണ് രാവിലെ വെള്ളം മുക്കുന്നത്. ഇനിയിപ്പോൾ കലമൊക്കെ തേച്ച് കഴുകിയിട്ട്, കലത്തിൻ്റെ അടി ഞാൻ കഴുകിയിട്ടില്ല കേട്ടോ, നന്നായിട്ട് കരി പിടിച്ചിട്ടുണ്ടല്ലോ. പിന്നെ വീണ്ടും അടുപ്പത്ത് വെക്കാനുള്ളതല്ല. അപ്പോൾ പിന്നെ ഞാൻ ഉള്ളും സൈഡ് ഭാഗമൊക്കെ ഒന്ന് തേച്ച് കഴുകിയിട്ട് വെള്ളം കുടിക്കാനുള്ളത്, ചോറിനുള്ള വെള്ളം വെക്കുന്നുണ്ട്. തീയൊക്കെ കത്തിച്ചിട്ട് അതിന് മുന്നേ അടുപ്പും വീതനയൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത് വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു സോപ്പിൻ്റെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോപ്പ് ആവശ്യമുള്ളവർ ആ നമ്പറിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കോൺടാക്റ്റ് നമ്പർ, എൻ്റെ വാട്സപ്പ് നമ്പറും തന്നെയാണത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ദൂരത്ത് നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിളിച്ചിട്ട് ഷാനിസ് വയനാടല്ലേ നമ്മൾ വീഡിയോ കാണാറുണ്ട്, വീഡിയോയിൽ ഇങ്ങനെ സോപ്പിൻ്റെ ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. ഇത് ഇന്നലെ വാങ്ങിയൊരു ചട്ടിയാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് മയക്കിയെടുക്കണം. ഇത് എങ്ങനെയാണ് മയക്കലെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് അറിയുമെന്ന് പറഞ്ഞു തരണം. ഒരുപാട് ആൾക്കാർക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിൽ വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സോപ്പിൻ്റെ പരസ്യം കൊടുത്തപ്പോൾ കുറേ ആൾക്കാർക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഞായറാഴ്ചയല്ല, അപ്പോൾ ഇന്നലെയൊക്കെ 3-4 ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോസ് കാണാറുണ്ട്, ഇഷ്ടമാണ് അങ്ങനത്തെ വീഡിയോസ്, ഇങ്ങനത്തെ വ്ളോഗ് വീഡിയോ ഒക്കെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ എനിക്ക് എന്താ പറയുക, സത്യം പറഞ്ഞാൽ സന്തോഷം തന്നെയാണ് കേട്ടോ. നമുക്ക് ഒത്തിരി സന്തോഷം തന്നെയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ വീഡിയോസ് കാണുന്നത് നേരിട്ട് പറയുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയല്ലേ. ഇനിയിപ്പോൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സോപ്പ് കൊടുക്കുന്നത് ഒരു ബാർ സോപ്പിന് അതിൽ ഇത്ര പീസ് ഉണ്ട്. അത്രയും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് 120 രൂപക്കാണ്. അപ്പോൾ നമ്മൾ കൊറിയർ ചാർജ് അടക്കം എന്താണെങ്കിലും ഒരു 150 രൂപ അല്ലെങ്കിൽ അത്ര വരും. 150 രൂപ എന്തായാലും വരും കേട്ടോ. കൊറിയർ ചാർജ് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇനിയിപ്പോൾ എത്രയാണെങ്കിലും ഒരു ബാർ സോപ്പ് അയക്കാനാണെങ്കിൽ ഇത്ര ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ. ചെറുതായിട്ടുള്ള തന്നെ ആയിരിക്കും, പൈസ ആയിരിക്കും. ചിലപ്പോൾ ഒരു 50 രൂപ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ, കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഓഫീസ് ലീവാണ്. അപ്പോൾ നാളെ ഓഫീസിൽ ചെന്നിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞവർക്ക് ഞാൻ അയച്ചു തരുന്നതാണ്. അയച്ചു തരാനൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നമുക്കത് എന്തായാലും അയച്ചു തരണമല്ലോ. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ആദ്യമായിട്ട് ഒരു ബാർ സോപ്പ് വാങ്ങിയിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ട് വീണ്ടും വിളിച്ചാൽ മതി, നമ്മൾ അയച്ചു തരുന്നതാണ്. കുറേ കാലമായിട്ട് ഉപയോഗിച്ച് നമുക്കൊരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾ ആദ്യം ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത് കുഴപ്പമില്ലാന്ന് തോന്നുകയാണ് വീണ്ടും ഉപയോഗിക്കുക. എന്താണേലും ഞങ്ങൾ ഒരുപാട് വർഷമായി, ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല, കഴിക്കുന്ന ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ വിമ്മിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ ഒരു സോപ്പ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സൈലൻറ്റ് മോഡിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എയർപ്ലെയിൻ മോഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും. എന്നാൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ ബീഫാണ് കൊണ്ടുവന്നിട്ട് വിറകടുപ്പ് തന്നെ നന്നായിട്ട് വേവിച്ചിട്ട് വരട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇന്ന് പോത്ത് വരട്ടിയെടുക്കുകയാണ്. ആ കണലിൽ കിടന്നിട്ട് അങ്ങനെ വറ്റി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഒരു കറുത്ത കളറായിട്ട് അങ്ങനെ വരും ബീഫ്. അപ്പോൾ എന്താ ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വലിയ ജീരകമൊക്കെ നന്നായിട്ട് മൂപ്പിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കല്ലിലിട്ട് ചതച്ചെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ഉലുവ അതുപോലെ തന്നെ വിനാഗിരിയും കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ പിന്നെ ഇത്തിരി വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കപ്പ മുറിച്ചെടുത്ത് കഴുകിയിട്ട് ഒരു പാത്രത്തിലിട്ട് അതും കൂടി ഇപ്പുറത്തെ അടുപ്പിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചോറ് ഞാൻ വെന്തിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നത്. രാവിലെ ഇപ്പം ഇന്ന് പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയത് മുട്ട പുഴുങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ. ഞായറാഴ്ച ആകുമ്പോൾ ചില ദിവസങ്ങളിൽ ചിക്കൻ കൊണ്ടുവരും അല്ലെങ്കിൽ ബീഫ് കൊണ്ടുവരും. ഇന്നിപ്പോൾ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ ഞാൻ ഇന്നിപ്പോൾ അടുപ്പ് തന്നെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെന്താണ്, ഒരുപാട് കമൻറ്റും ലൈക്കും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് നമുക്ക്. നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വിളിക്കുന്നവരോട് എത്ര നന്ദി പറഞ്ഞു, എന്താ പറയേണ്ടതെന്ന് എനിക്കൊന്നും അറിയുന്നില്ല. സന്തോഷം തന്നെയാണ്, നന്ദിയൊക്കെ തന്നെയാണ്. ഒത്തിരി ദൂരത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ വിളിച്ച് നമ്മളോട് അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കത് ഒരുപാട് സന്തോഷം തരുന്ന തന്നെയാണ്. ഒത്തിരി ഒത്തിരി സന്തോഷം നന്ദിയൊക്കെ തന്നെയുണ്ട് കേട്ടോ. നാളെ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലിട്ട്, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുതേ.